തരുൺ, എനിക്ക് കൈയും കാലും വരച്ചിട്ട് വയ്യ. എല്ലാരും താഴെയുണ്ട്. ഒരു കുഴപ്പമില്ല, ഒറ്റ മിനിറ്റ്, ഞാൻ ഈ വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളാം. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഇവിടെ വെച്ചങ്ങ് പറഞ്ഞോ, എന്നിട്ട് പൊക്കോ. ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ. വാ, നിന്റെ റൂമിലേക്ക് വാ. അയ്യോ, അതൊന്നും വേണ്ട. എടോ, ഇവിടെ നിൽക്കുന്നത് അപകടമാ, അതുകൊണ്ടാ. വാ, റൂമിലേക്ക് വാ. ഓ, എന്താ സാറേ? നന്ദിനി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു സാർ. അടുക്കളയിൽ എന്തെങ്കിലും എടുക്കുകയായിരിക്കും സാറേ. ഞാൻ നോക്ക്. അങ്കിളെ, കനകെ, ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടായിരുന്നോ? അതാരോ വേദ മാഡത്തിന്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു. വേദ മാഡത്തിന്റെ മുറിയിലേക്കോ? എന്തു പറ്റി നന്ദിനി? ആരൊരാൾ മതിൽ ചാടുന്ന ഞാൻ കണ്ടു. അയാൾ ഈ വീടിനകത്ത് കയറിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. തരുൺ, ഇതിനു വേണ്ടിയാ ഞാൻ തനിച്ച് കാണണമെന്ന് പറഞ്ഞത്. ഐ ലവ് യു. ഐ ലവ് യു തരുൺ. This is my gift. This is my heart. വീടിനകത്ത് കള്ളം കയറിയിട്ടുണ്ട്. കള്ളനോ? സർ, പുറകുവശത്തെ മതിൽ ചാടി നമ്മുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ നമ്മുടെ വീട്ടിനകത്തുണ്ട്. എന്താ മോളെ നീ പറയുന്നത്? അതെ സർ, സത്യോ. മതിൽ ചാടുന്ന കണ്ട് ഞാൻ അയാളുടെ പുറകെ പോയതാ. ഇപ്പൊ അയാൾ നമ്മുടെ വീടിന്റെ മുകളിലുണ്ട്. വേദ മാഡത്തിന്റെ റൂമിലേക്ക് പോയിരിക്കുന്നത്. അമ്മേ, വേദ മുറിയിലുണ്ട്. നോക്കാം. തരുൺ, നീ വന്നത് എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. നീ എവിടെയെങ്കിലും ഒന്ന് ഒളിക്ക്.
വേദ വേദേ, വേദ വേദ വാതിൽ തുറക്ക്. മോളെ തുറക്ക്. മോളെ വാതിൽ തുറക്ക്. വേദ കഥ ഓർക്കാൻ വേദ വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? നീ കേൾക്കുന്നില്ലേ? വേദേ, വേദ 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 വാതിൽ ഓർക്കാൻ. അയ്യോ ശ്ശോ. വേദ നിനക്ക് എന്താ പറ്റിയ? ചവിട്ടി പൊളിക്കണം. ചവിട്ടി തുറക്കടാ. വാതിൽ ഓർക്കാം. വേദ തുറക്കാൻ. വേദ, വാ, കേറ്. നീ കേൾക്കുന്നില്ലേ? വേദ മാഡം, വാതിൽ ഓർക്കാൻ. മാഡം, വേദ ഈശ്വര എനിക്ക് വയ്യ. വേദേ വേദ വാതിൽ ഓർക്കാൻ. അത്രേ ഉള്ളൂ. വേദ വേദ തുറക്ക്. വാതിൽ തുറക്ക്. വേദ വാതിൽ ഓർക്കാൻ. വേദ മാഡം, വേദ, മാഡം, തുറക്ക് മോളെ. മാഡം വേദ അയ്യോ, മോളെ വേദ, വേദ തുറക്കാൻ. വേദ, സൂര്യ ഒന്നുകൂടി ആഞ്ഞു ചവിട്ടണം. വേദ ചവിട്ടടാ. വേദ മോളെ വാതിൽ ഓർക്കാൻ. മോളൊന്ന് തുറക്ക്. മോളെ മോളെ വേദ വേദ വാതിൽ ഓർക്ക മോളെ തുറക്കാൻ. എന്തേട്ടാ? നീ ഇവിടെ മുറിയിലുണ്ടായിരുന്നപ്പോ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ലേട്ടാ, ആരും വന്നില്ല. സർ, അയാൾ ഇതിനകത്തുണ്ട്, ഈ വീടിനകത്തുണ്ട്. സൂര്യ ഒരുപക്ഷെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ കയറിയവനായിരിക്കും. മുറിയിലോ മറ്റോ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ? നീ ഒന്ന് കയറി നോക്ക്. നീ മാറിയേ. എന്തേട്ടാ ഇത്? എന്റെ മുറിയിലെങ്ങും ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കൊല ചെയ്യാൻ പോലും മടിക്കാത്തവരാ ചുറ്റിലും. സൂര്യ നീ കറി നോക്കിയേ. ഏട്ടാ, മാറിയിക്ക്. നീ അങ്ങോട്ട് മാറിക്കേ. മാറേട്ടാ. മാറിക്കാൻ. ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മമ്മി? അവൻ കേട് നോക്കട്ടെടി. നോക്ക്, കരുതിക്കോട്ടി പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്തെങ്കിലും നുണയാണ് വിളിച്ച് പറഞ്ഞതെങ്കിലും ഉണ്ടല്ലോ. ഇന്ദ്രജ, നന്ദിനി പറഞ്ഞ സത്യമാണോ അല്ലയോ എന്നുള്ളത് ആദ്യം അറിയട്ടെ, എന്നിട്ട് മതി ഭീഷണിയൊക്കെ. ഈ കുടുംബത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നടക്കരുതെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ